നമസ്കാരം. ഇറാനുമായി ലെബനൻ, ഗാസ എന്നിവിടങ്ങളിലെ സംഘർഷത്തിനിടയിലും ഇസ്രായേൽ പൊതുതിരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ്. ഇസ്രായേലിലെ അടുത്ത പൊതുതിരഞ്ഞെടുപ്പ് ഒക്ടോബർ 27-ന് നടക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 4 വർഷത്തെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ പാർലമെന്റായ സെനറ്റിലെ ഔദ്യോഗിക കാലാവധി ജൂലൈ 17-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഒക്ടോബർ 27-ന് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഭരണകക്ഷിയായ ലിക്കുഡ് പാർട്ടിയിലെ പ്രമുഖ അംഗം വ്യക്തമാക്കുന്നുണ്ട്. 1988-ന് ശേഷം ഇസ്രായേൽ കൃത്യസമയത്ത് നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നതിനാൽ രാഷ്ട്രീയ ലോകം ഏറെ ഉറ്റുനോക്കുന്ന പ്രഖ്യാപനം കൂടിയാണിത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ കാലാവധി തികയ്ക്കുന്ന ആദ്യ ഇസ്രായേലി സർക്കാരായി നെതന്യാഹു ഭരണകൂടം മാറുന്നു എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. നേരത്തെ നിശ്ചയിച്ച അനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകണമെന്ന സഖ്യകക്ഷികളുടെ ശക്തമായ ആവശ്യപ്രകാരമാണ് ഒക്ടോബർ 27 എന്ന തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ കാലാവധി അവസാനിക്കുന്ന ജൂലൈ 17 മുതൽ തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അവധി ആരംഭിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും അന്തിമ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 7 ആയിരിക്കുമെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 പതിറ്റാണ്ട് നീണ്ട തന്റെ സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്ന ഏറ്റവും കഠിനമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2023 ഒക്ടോബർ 7-ലുണ്ടായ അഭൂതപൂർവമായ സുരക്ഷാ വീഴ്ചകൾ, ഗാസയിലെയും ലെബനിലെയും യുദ്ധങ്ങൾ കൈകാര്യം ചെയ്ത രീതി, ഇറാനുമായുള്ള കടുത്ത സംഘർഷങ്ങൾക്കിടയിൽ പരമ്പരാഗത സഖ്യകക്ഷിയായ യുഎസുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ എന്നിവ മുൻനിർത്തിയാകും വോട്ടർമാർ നെതന്യാഹു ഭരണകൂടത്തെ ഇത്തവണ വിലയിരുത്തുക. തുടർച്ചയായ സൈനിക തിരിച്ചടികളും വർദ്ധിച്ചു വരുന്ന കനത്ത മരണസംഖ്യയും പ്രാദേശിക സംഘർഷങ്ങൾക്ക് വ്യക്തമായൊരു അന്ത്യം കുറിക്കാൻ കഴിയാത്തതും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന തീവ്ര നിലപാടുകാരൻ എന്ന നെതന്യാഹുവിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഇദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും രാജ്യത്തിനകത്തു തന്നെയുള്ള രാഷ്ട്രീയ തർക്കങ്ങളും ഭരണവിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടുകയാണ്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ യുഎസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങളും ശക്തനായ ഭരണാധികാരി എന്ന നെതന്യാഹുവിന്റെ ഇമേജ് നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന സർവേ ഫലങ്ങളും രാജ്യത്ത് ശക്തമായ ഭരണവിരുദ്ധ തരംഗവും രാഷ്ട്രീയ അനിശ്ചിതത്വവുമാണ് പ്രവചിക്കുന്നത്. എന്തായാലും പുതിയൊരു സർവേ അനുസരിച്ച് നെതന്യാഹുവിന്റെ ലിക്കുഡ് പാർട്ടിയും ഗാന്ധി ഐസൻകോട്ട് നയിക്കുന്ന യാഷർ പാർട്ടിയും 23 സീറ്റുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്. മറ്റൊരു മാധ്യമമായ ചാനൽ 13 പുറത്തുവിട്ട സർവേയിൽ ഐസൻകോട്ടിന്റെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ സഖ്യത്തിനും സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 61 സീറ്റുകളുടെ ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും രാജ്യം ഒരു തൂക്കു പാർലമെന്റിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാക്കുകയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് നെതന്യാഹുവിനൊപ്പം നിൽക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.